എൻ്റെ ഏതോ ഒരു ഷോർട്സിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായി ഞങ്ങൾ വീട് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു ഒരാഴ്ചയൊന്നുമല്ല. വീട് സെറ്റ് ആവാനും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മാറാനും അവിടെ ഒന്ന് സെറ്റ് ആവാനും എല്ലാം കൂടി ഒരു മാസം തന്നെ എടുത്തു എന്ന് പറയാം. ഒരു വീട് മൊത്തമായിട്ട് മാറാന്ന് പറയുന്നത് അത്രയും പണി പിടിച്ച കാര്യമാണല്ലോ, പ്രത്യേകിച്ച് ഗില്ല പീസിനെയും വെച്ചുകൊണ്ട്. ഇതിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് കഴിഞ്ഞ ഞാനും കൂടി ബിസ്മി പോയി അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാണ്ടായി. മെയിനായിട്ട് ഡൈപ്പറോ സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. എല്ലാവരുടെ സൗകര്യം നോക്കി ഞങ്ങളൊരു സൺഡേ ആണ് മാറാൻ നിൽക്കുന്നത്. അതാകുമ്പോൾ ആർക്കും ലീവ് ഒന്നും എടുക്കണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പിഴക്കാപ്പള്ളി ജ്യൂസ് ബേയിൽ വെച്ച് താത്താനെയും അച്ഛനെയും മീമാനെയും ഒക്കെ യാദൃശികമായിട്ട് കണ്ടായിരുന്നു. ഇനി ചോറ് എവിടെ കയറും? കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ഞങ്ങൾ എത്തിയത്. ലോഡഡ് ഫ്രൈസ് ലാൻഡ് ചെയ്തതും ഞങ്ങൾ എത്തിയതും ഒപ്പം. പിന്നെ അതാ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ലൈം ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന പോലെ ആങ്ങളെയും പെങ്ങളും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഇച്ചിരിച്ച പങ്ക് പറ്റിയതിന് ശേഷം വീട്ടിൽ നല്ല മലപ്പുറം ബിരിയാണി ഐഷുമ തിരൂർന്ന് കൊടുത്തിട്ടുണ്ടായി. അതും കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് എന്താ ഇതുപോലെ പണി തുടങ്ങാനില്ല. രാവിലെ ഇച്ചിരി നേരത്തെ എണീച്ച് ഇതെല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കൂടെ തന്നെ ഗില്ലാ പീസ് എണീച്ചേക്കണം. അവരെ വെച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കാക്ക അവരെല്ലാവരെയും കൂടി സാലിത്താത്താടെ വീട്ടിലേക്ക് ഉണ്ടാക്കി. അപ്പോഴേക്കും വെയ്യ വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹായത്തിനായിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. നല്ല ദിവസം ഖുറാനും വെള്ളവും അരിയും ഒക്കെ കയറ്റിയതിന് ശേഷം തുണി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ കാറിൽ ചിരിച്ചൊക്കെ ഉണ്ടായിരുന്നു. കാറിൽ കൊള്ളാവുന്ന അത്രയും സാധനങ്ങൾ. ഇനിയിപ്പോൾ മെയിനായിട്ട് ഈ ഫർണിച്ചറും കാര്യങ്ങളാണ് ഈ വണ്ടി കൊണ്ടാവുള്ളത്. അപ്പോഴേക്കും ഐഷുമ്മയും നിഷതാത്തയും എത്തിയിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. ഉമ്മ ഉണ്ടെങ്കിൽ എല്ലാം പെടപെടാന്ന് കഴിയും. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇക്കാക്കായും വെയ്യയും ആ ചേട്ടനും കൂടി അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ഐറ്റംസ് ഒക്കെയാണ്. അത് കാറിലാണ് കൊണ്ടുപോകുന്നത്. ഐഷുമ്മയും ഞാനും നിഷതാത്തായും മീമായും കൂടി അത് എടുത്ത് വെച്ചേക്കുക. ഐഷുമ്മ വന്നപ്പോഴാണെങ്കിൽ ഇത് നല്ല പത്തിരി ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ടായി. എനർജി ലോസ് ആയി എന്ന് കണ്ടപ്പോൾ അത് കഴിച്ചിട്ടായി അടുത്ത പണി. പിന്നെ കാക്കാക്ക് ഫാന് തൂത്ത് അത് അയച്ചെടുക്കുക, TV അയച്ചെടുക്കുക, അങ്ങനത്തെ ആയിരുന്നു മെയിൻ പണി. അപ്പോഴേക്കും അച്ചു വന്നിട്ടുണ്ട്. അച്ചു രാവിലെ വരാത്ത എന്താണെന്ന് വെച്ചാൽ ഗില്ലാ പീസ് അവിടെയാണല്ലോ. അവരെ മേയ്ക്കാൻ അവിടെ എത്തിയാൽ അച്ചുവിനെ പറ്റുള്ളൂ. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം അച്ചു എത്തിയിട്ട് അതിനിടയ്ക്ക് ശലത്താത്ത വീഡിയോ കോൾ ചെയ്ത് പാത്തൂനൊക്കെ കാണിച്ച് പാത്തൂനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ടാട്ടോ ശലത്താത്ത വരാത്തത്. നല്ല പൊടിയൊക്കെ. പിന്നെ അത് ഉച്ചയായപ്പോഴേക്കും ശലത്താത്ത ചോറ് കൊടുത്തിട്ടുണ്ട്. ചോറും ചെരങ്ങയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെച്ച ഒരു കറിയും മുട്ട ചിക്കിയതും പപ്പടവും അച്ചാറും ചമ്മന്തിയൊക്കെ ആയിട്ട്. പിന്നെ രാവിലത്തെ ചിക്കൻ കറിയും ഉണ്ടായി കേട്ടോ. അതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ച് കാറിൽ ഒരു ട്രിപ്പ് പോകാൻ നിൽക്കും. ഞങ്ങൾ ആദ്യം താമസിച്ചിടത്തുനിന്ന് ഇച്ചിരി ദൂരമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് കാറിൽ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചത്. ഇതൊരു ഫ്ലാറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഫ്ലാറ്റ്. ഈ ഒരു പോർഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ബേസ്മെന്റിൽ ഒരു ഫാമിലിയും അപ്പർ പോർഷനിൽ ഒരു ഫാമിലിയും കൂടിയാണ് താമസിക്കുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴേക്കും ഐഷുമ്മയൊക്കെ പോയി അവരെ കൊണ്ടുപോയിട്ട് വരുന്ന വൈകി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തലവേദനയായിരുന്നു. ഇങ്ങനെ തലവേർത്തിട്ടായിരിക്കും. ചായയുടെ പേരും പറഞ്ഞ് 2-3 കടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ കഴിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇതിനിടയ്ക്കൊക്കെ നല്ല മുട്ടൻ പണി എടുക്കുന്നുണ്ട് ഞങ്ങൾ. പണിയാണെങ്കിൽ പകുതിയല്ലേ ആയിട്ടുള്ളൂ. അവിടെ ചെന്ന് എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും വരും കേട്ടോ. ഐഷുമ്മ നിഷതാത്ത ശരതാത്ത സാലിത്താത്ത എല്ലാവരും വരും. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം അതായത് സാറ്റർഡേ നൈറ്റാണ് നാട്ടിൽ നിന്ന് പണി കഴിഞ്ഞെത്തിയത്. അപ്പോൾ നല്ല ഓർക്കക്ഷീണമൊന്നും പറഞ്ഞ് പോയതാണ്. പക്ഷേ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. കുഞ്ഞിയും മോനസും മമ്മൂസൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയേക്കുമായിരുന്നു. എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം താമസിച്ച വീടൊന്ന് ക്ലീൻ ആക്കി കൊടുത്ത് ഞങ്ങൾ ഇതാ കാറിൽ ലാസ്റ്റ് ട്രിപ്പ് പോകാൻ നിൽക്കുക. ഇവിടെ ഞങ്ങളൊരു 3-4 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ. എന്നാലും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പൂട്ടി ഇറങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലാതെ കാലിയായി കണ്ടപ്പോൾ ഒരു വിഷമം. ഇത് അവരുടെ കർട്ടൻസ് ആട്ടോ. ഈ വീട്ടിലുണ്ടായിരുന്ന കർട്ടൻസ്. അതെല്ലാം അലക്കി ഞാൻ അവിടെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ ലോക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ കാക്കാക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. എന്നെക്കാളും വിഷമമൊക്കെ കാക്കാക്കായിരുന്നു. പിന്നെ അതാ രാത്രി ഫ്ലാറ്റിലേക്ക് മോനൂസും മമ്മൂസും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഉമ്മായും അവരെല്ലാവരും ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയതാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഇതാണ് കയ്യിലൊക്കെ കാണുന്നത്. മീമ ഈ കൂട്ടത്തിലുള്ളതെല്ലാം നട്ടോ അവൾ പറയുന്നത്. ഞാനും മീമയും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ പണിയായിരുന്നു. ഇവർ വരുമ്പോഴേക്കും ഇമ്പ്രസ്ഡ് ആവണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുവിധം എല്ലാം തന്നെ ഒതുക്കി. ഹാള് എല്ലാം തന്നെ നീറ്റാക്കി. പിന്നെ തുണികൾ മടക്കി വെക്കാനും അടുക്കളയിലെ പാത്രങ്ങൾ അതാത് സ്ഥാനത്തേക്ക് വെക്കാനും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് വണ്ടിയിൽ നിന്നേ ഉറക്കം പിടിച്ചതാണ്. ഉമ്മയുടെ റൂമിലെ ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായി. അവിടെ കിടത്തിയതും പാത്രം എണീച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ട അവളുണ്ടോ കിടക്കണേ. പിന്നെ അതേ കുഞ്ഞിക്ക് ഉമ്മ മേടിച്ചു കൊടുത്താട്ടോ ഈ ഗിറ്റാർ. അവൾ ഏതോ ഒരു കാർട്ടൂണിൽ കണ്ടിട്ട് കുറേ നാളായി ഒരു ഗിറ്റാറിൻ്റെ പുറകെ അടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അത് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഗ്ലാസും കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ജ്യൂസ് ഗ്ലാസ്സിലൊക്കെ കട്ടൻ ചായ കുടിക്കുന്നത്. ഇതൊക്കെ ഇനി സെറ്റാക്കാനുള്ള കേട്ടോ. കാക്കാടെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. ചായ ഗ്ലാസ് ഒന്നും തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കിട്ടിയ ജ്യൂസും ഗ്ലാസ്സിൽ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. പണിയുണ്ടുണ്ട് ചെറിയൊരു മുഖം. അമ്മോനോട് ഇവർ ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവന് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അവന് പണ്ടേ ഒരു വ്ളോഗറാണ്. മായും താത്താമാരും കൂടി പാത്ര സ്റ്റാൻഡ് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോഴേക്കും സലിത്താത്ത നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൂടെ ഗില്ലാ പീസൊക്കെ ഉണ്ട് കേട്ടോ. അവർ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം ഫ്ലാറ്റിലേക്ക് വരുന്നത്. പിന്നെ ഉമ്മായും നിഷതാത്ത എല്ലാവരും കൂടി യാത്രയായി. ഞാൻ അവരെ കൊണ്ടുവിടാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ടായി. ഈ ഒരു 5 സീറ്റ് വണ്ടിയിൽ തന്നെ ഇൻക്ലൂഡിങ് പിള്ളേർ 10-15 പേരുണ്ടെന്നും പറഞ്ഞാൽ അച്ചു വീഡിയോ എടുത്തതാട്ടോ. ഇവർ പോണത് നിഷിതാത്താടെ വീട്ടിലേക്കാട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വരാമെന്നും പറഞ്ഞാണ് പോണത്. രണ്ടുപേരെയും കൂടി കയറ്റാം. കടിക്ക് അരക്കാത്തത് നോക്കട്ടെ. ഇപ്പൊ പിറ്റേ ദിവസമായിട്ടോ. ഗേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടാൽ ഗിലാപ്പീസും കുഞ്ഞും എല്ലാവരും കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നോളൂ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഗേറ്റ് എപ്പോഴും അടച്ചിടണമെന്നേ ഉള്ളൂ.
പിന്നെ അതാ പഴയ വീട്ടിൽ വന്ന് എല്ലാം ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞില്ല, കുറച്ച് സ്ക്രാപ്പ് ഐറ്റംസും കൂടി ഉണ്ടായി. അതും കൂടി ക്ലീൻ ചെയ്താൽ ഞങ്ങൾക്ക് അവിടെ ഇനി ഒരു പണിയുണ്ട്. ഒരു 2 വീലറിൽ ഞാനും മീമാച്ചും തന്നെ ധാരാളമാണ്. പക്ഷേ ഞങ്ങൾ ഇതിൽ കൊള്ളിക്കാവുന്നിടത്തോളം കൊള്ളിച്ചിട്ടാണ് ഈ പോക്ക്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ, ഒരു ട്രിപ്പും കൂടി ഉണ്ടായി. മര്യാദക്ക് കാല് കുത്താൻ പോലും പറ്റുന്നുണ്ടായില്ല. നിരപ്പായ റോട്ടിൽ കൂടി പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, കയറ്റം ഇറക്കൊക്കെ വരുമ്പോൾ കാല് കിടന്ന് നിലത്തുള്ളൂ. ഞാനും താത്തമാരും മീമാച്ചും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. എത്ര വലിയ റിസ്ക് എടുക്കാനും ഞങ്ങൾ വലിയ സീനില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഇത്. ഇക്കാക്കയുടെ വർക്ക് സ്റ്റാൻഡ് ആട്ടോ. ഇത് എടുക്കാൻ വേണ്ടി, അതായത് വലിയ വണ്ടിയിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറന്നിട്ടുണ്ടായി മുറ്റത്തായതുകൊണ്ട്. അത് ഞങ്ങൾ സ്കൂട്ടറിന് കൊണ്ടുവരുന്ന സീനാണ് ഇത്. ഇക്കാക്ക വീഡിയോ എടുത്തതാട്ടോ. അണ്ണ പോലെയല്ല, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഫുൾ ഇരുമ്പല്ലേ, ഒരാളെയും കൊണ്ടൊന്നും പൊക്കൽ നടക്കൂല. ഞാനും ഇക്കാക്കയും കൂടി ഇത് കയറ്റിയതിന് ശേഷം ആണ് ഞാൻ കയറി ഇരുന്നത്. മീമാച്ചിനെ ആണെങ്കിൽ ഒരു ജയിലിലടച്ച ഫീലായിരുന്നു എന്നും പറഞ്ഞ് മീമാച്ചിക്ക് വരുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ബൈക്കിലൊക്കെ പോണവർ തിരിഞ്ഞും മറിഞ്ഞുമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നോക്കാതിരിക്കൂല്ലേ. ഇതിൽ വണ്ടിയുടെ സ്റ്റാൻഡിൽ മീമാച്ചിയുടെ ഷാൾ വെച്ച് കെട്ടിയിട്ടുണ്ടായി ഒരു സേഫ്റ്റിക്ക്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം വലിയ സമയം ഉണ്ടായില്ല. ഉള്ള സമയം വെച്ച് ഞാൻ ഈ വർക്ക് ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് കുഞ്ഞിയുടെ സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു സീലിംഗ് ഫാനും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ടേബിൾ ഫാനും വെച്ചിട്ടുണ്ട്. തിരക്കെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ. ഇനി എന്നെ മടി ചതിക്കാതിരുന്നാൽ മതി.